ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിനു ആണ്. പ്ലംബിംഗ് കൺസൾട്ടൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ഒരു പ്രഷർ പമ്പ്, അതിൻ്റെ കണക്ഷനുകൾ, കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഇതാണ് ഈ വരുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന ലൈൻ. ഈ മഞ്ഞ വാൽവിൻ്റെ നോബ് കാണിക്കുന്ന ആ ലൈനാണ് വാട്ടർ ടാങ്കിൽ നിന്ന് ഇൻലെറ്റ് കാണിച്ചിരിക്കുന്നത്. പ്രഷർ പമ്പിലേക്ക് വരുന്ന ലൈനിൽ കൊടുത്തിരിക്കുന്ന വാൽവാണ്. അതിനുശേഷം ഒരു യൂണിയൻ മസ്റ്റാണ് കേട്ടോ. അത് മോട്ടറിലേക്ക് പമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ലൈനിൽ തൊട്ട് മുമ്പായിട്ട് ഒരു NRV അല്ല, യൂണിയൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ടാങ്കിൽ നിന്ന് ഔട്ട് പോകുന്നത്, അതായത് പ്രഷർ പമ്പിൽ നിന്ന് ഔട്ട് പോകുന്ന ലൈനിലും ഒരു യൂണിയൻ നിർബന്ധമായി കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ഒരു NRV ആണ് കേട്ടോ. ഇത് NRV മുകളിലേക്കാണ്, അത് ഔട്ടിലേക്കാണ് NRV പാസ് ചെയ്യണ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മോട്ടറിൻ്റെ കൂടെ, പ്രഷർ പമ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ബൂസ്റ്റർ പമ്പിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാർട്ട് തന്നെയാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അത് ഇങ്ങനെ ഒരു പാർട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഔട്ടിൽ പോണത്. പ്രഷർ ഔട്ട് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലാണ് അതിൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ കണക്ഷൻ, ഇത് അതിൻ്റെ മീറ്ററും പിന്നെ അതിൻ്റെ പ്രഷർ സെറ്റ് ചെയ്യാനുള്ള ഐറ്റും, പിന്നെ അതിൻ്റെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന പാർട്ടും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനാണ്. ഇത് പ്രഷർ പമ്പിലേക്ക് പോണ ലൈൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ടീ ഇട്ടിട്ട് ഒരു ബൈപ്പാസ് ലൈനാണത്. ഔട്ടിലാണ് പിടിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങിയുന്ന ലൈനിൽ നിന്ന് പ്രഷർ ഔട്ട് പോകുന്ന ലൈനിലേക്ക് ഒരു ബൈപ്പാസ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെർമനൻ്റായിട്ട് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ മോട്ടറിന് എന്തെങ്കിലും മിസ്സിങ് പറ്റുകയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാൽവ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഈ പ്രഷർ പമ്പിൽ കൂടെ കയറി ഇറങ്ങി വരുന്ന ആ ഒരു കുറവ് വരുന്ന ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബൈപ്പാസ് ലൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു NRV പോലെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ NRV വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. റിട്ടേൺ കയറി വെള്ളം ടാങ്കിലേക്ക് പ്രഷർ കയറുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിന്. അല്ലെങ്കിൽ പിന്നെ ഒരു NRV പിന്നെ പ്ലസ് ഒരു വാൽവും കൂടി വേണമെങ്കിൽ അതുപോലെ 2.5 ബാറാണ് അതിൻ്റെ പ്രഷർ സെറ്റ് ചെയ്യാറ്. കമ്പനി നോർമലി 2.5 ബാർ തന്നെ സെറ്റ് ചെയ്ത് വരാറ്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറില്ല. 2.5 ബാറിലും ഇതിലും 2.5 ബാർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രഷർ ഔട്ട് പോണ ലൈൻ മാക്സിമം നമ്മൾ ഗേജ് കൂടി പൈപ്പ് കൊടുത്താൽ നല്ലതാണ്. ഇവിടെ നമ്മൾ 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 12 kg പൈപ്പാണ് കേട്ടോ. പ്രഷർ പമ്പിൻ്റെ കണക്ഷനുകളൊക്കെ പൊതുവെ 1.5 HP വരുന്നത്, 1.5 HP 1 HP ഒക്കെ വരുന്നത് 1 ഇഞ്ചിൻ്റെ ഇന്നും ഔട്ടാണ്. പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1.25 ഇഞ്ച് പൈപ്പാണ് കേട്ടോ. അത് പ്രഷറില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ ബൈപ്പാസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഫ്ലോ കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുന്നുള്ളൂ. നമ്മൾ പ്രഷർ പമ്പിൻ്റെ അല്ലെങ്കിൽ ബൂസ്റ്റർ പമ്പിൻ്റെ ഇന്നും ഔട്ടും വരുന്നിടത്ത് നിർബന്ധമായിട്ടും ഒരു യൂണിയൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.